നവീൻ അവിടെ നിൽക്ക്. എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞിട്ട് അകത്തോട്ട് കയറിയാ മതി. എന്ത് തീരുമാനം? ഇത് നിന്റെ ഡിവോഴ്സ് പേപ്പറാണ്. മുന്നും പിന്നും നോക്കാതെ ഇതിലൊരു ഒപ്പിട്ടിട്ട് മോൻ അകത്തോട്ട് കയറിയാ മതി എന്നാ ഞാൻ പറഞ്ഞു. ഇനി പിന്നെ ആകട്ടെ എന്നൊന്നും പറയാൻ പറ്റില്ല. നിർബന്ധമായിട്ട് ഇതിൽ ഒപ്പിട്ടേ പറ്റൂ. അല്ല, അതെന്തിനാ നവീൻ സാറ് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നത്? അതെ, ഒപ്പിടാൻ പറഞ്ഞത് നവീനോടാ, തന്നോടല്ലോ. മാണിക്കുഞ്ഞതിന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ മാണിക്കുഞ്ഞിനോട് ഡിവോഴ്സിന്റെ കാര്യം പറയുന്നേ? അഥവാ കല്യാണം കഴിച്ചാൽ തന്നെ നിങ്ങളുടെ വാക്കും കേട്ട് ഡിവോഴ്സ് ചെയ്യുവോ? അതെ, വിഷയത്തിൽ നിന്ന് തെന്നി മാറാതെ നവീൻ ഇത് ഒപ്പിട്. എടാ, നിന്റെ അമ്മാവനെ പറയുന്നു ഒപ്പിടാൻ. അല്ല, നവീൻ സാർ ഒപ്പിട്ടില്ലെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യും? ഗാഥമോളെ, അമ്മേ, മോളെ, അതെ നിർമ്മലേ, ലക്ഷണം കണ്ടിട്ടേ ഇത് മറ്റേ ഗാഥയാണെന്നാ തോന്നുന്നത്. എവിടെയോ പോയി അവളെ സംഘടിപ്പിച്ച് ഒപ്പിച്ചോണ്ട് വന്നിരിക്കുക അവൻ. അതെ, നവീൻ വേണമെങ്കിൽ അകത്ത് കയറിക്കും, ഇവളകത്ത് കയറാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇവളെ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ഇതെന്തോന്നോ സാറേ, സാറത്തിന് ഇതൊക്കെ കേട്ട് നിൽക്കുന്നേ? അതെ, അവനതിനുള്ള കാര്യം ഉണ്ടായിട്ട്. പിന്നെ മുൻപൊക്കെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് സംസാരിപ്പിക്കുമായിരുന്നു അവൻ. പക്ഷെ ഇപ്പൊ കേട്ടു നോക്ക് എന്തുകൊണ്ടാന്ന്. ഗാഥയും കുട്ടി വീട്ടിലേക്ക് വന്ന് കയറുമ്പോ ഒരടിയിൽ നിന്ന് തുടങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ അമ്മായി. എന്റെ പൊന്നു മക്കളെ, ഇവരുടെ ഈ ഭ്രാന്ത് തീർന്ന് നോക്കി നിന്നാലേ നമുക്കകത്തേക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വാ. എല്ലാവരുടെയും കണ്ണൊന്ന് തിരുമ്മി നോക്കിക്കേ. ആ കാണുന്ന കാഴ്ച സത്യം തന്നെയാണോന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്തണ്ടേ? ഇതെന്തൊരു മറിമായം! കാര്യങ്ങൾ ഓരോന്നൊന്നും വ്യക്തമായിട്ട് ഒത്തു വന്നതായിരുന്നു. അപ്പോഴാണ് അവൾ കുറ്റിയും പറിച്ചോണ്ട് വീണ്ടും വന്നത്. എനിക്കിത് തുടക്കത്തിൽ തന്നെ അറിയായിരുന്നു. അതിപ്പോ കാറിലാണെങ്കിലും ശരി, ഫ്ലൈറ്റിലാണെങ്കിലും ശരി, എങ്ങനെയെങ്കിലും അവള് പാഞ്ഞെത്തിക്കോളും. ആദ്യം കൈയും കാലും തല്ലുപിടിക്കേണ്ടത് ആ മാണിക്കുഞ്ഞിന്റെയാ. ഗാഥയെന്നൊരുത്തിയെ ലോകത്ത് എവിടെ കാണാതെ പോയാലും കണ്ടുപിടിച്ചോണ്ട് വരുന്നത് ഇവനൊരുത്തനാ. മാണിക്കുഞ്ഞ്. അവൻ മാണിക്കുഞ്ഞല്ല, അവൻ മാരണക്കുഞ്ഞാണ്. മാരണക്കുഞ്ഞ് വച്ചിട്ടുണ്ട് അവന്.